നല്ല നെയ് റോസ്റ്റ് ഇഷ്ടമില്ലാത്തവരാരും കാണുകയില്ലല്ലോ. അതുപോലെ തന്നെ മസാല ദോശയും. നെയ് റോസ്റ്റോ അല്ലെങ്കിൽ മസാല ദോശയ്ക്കോ മാവ് അരച്ച് വെക്കാൻ നേരത്ത് ഈ റേഷ്യോയിൽ ഒന്ന് മാവ് അരച്ച് വെച്ച് നോക്കണേ. അടിപൊളി സൂപ്പറാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 കപ്പ് പച്ചരി, സാധാരണ നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഉപയോഗിക്കുന്ന പച്ചരി ഉണ്ടല്ലോ, ആ പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ഏത് കപ്പിലാണോ പച്ചരി എടുത്തിരിക്കുന്നത് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് ഉഴുന്നുകൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഉലുവയാണ്. വലിയ സ്പൂണാണെങ്കിൽ ഒരു 1/4 സ്പൂണ് ഉലുവ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതേ സ്പൂണിൽ തന്നെ 1 സ്പൂണ് കടലപ്പരിപ്പ് കൂടെ ചേർക്കണം. കടലപ്പരിപ്പ് ചേർത്താലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മുടെ ദോശ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 3 സ്പൂണ് മട്ട അരിയാണ്. സാധാരണ നമ്മൾ വീട്ടിൽ ചോറ് വെക്കുന്ന ചുമന്ന കളറിൻ്റെ അരി ഉണ്ടല്ലോ, അത് 3 സ്പൂൺ. 1 കപ്പ് അരിക്ക് 1 സ്പൂണ് എന്ന അളവിൽ 3 സ്പൂണ് മട്ട അരി കൂടെ ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് ഒരു 5 തൊട്ട് 6 മണിക്കൂർ നമ്മളിത് കുതിർക്കണം. കുതിർത്ത അരിനെ നമ്മൾ അരയ്ക്കാൻ നേരത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് ഒരു 2 സ്പൂണ് അവൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാവ് അരച്ച് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് മാവ് പൊങ്ങി വരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മസാല ദോശ അല്ലെങ്കിൽ നെയ് റോസ്റ്റ് സൂപ്പറായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക്